റൂട്ട് പെർമിഷൻ എടുത്ത് ഡിക്ലെയർ ചെയ്ത് ഞങ്ങൾ പര്യടനം കുഴപ്പമില്ല വെച്ച് പര്യടനം തടഞ്ഞത് മാത്രമല്ല ഞങ്ങളെ രൂക്ഷമായി ഒന്നും തള്ളും തെറിവിളിയും ഞങ്ങൾ കൊലവിളി നടത്തി CPM-ന്റെ ആളുകൾ ഞങ്ങൾ ഒരു കാമണിക്കൂർ റൂട്ട് പെർമിഷൻ എടുത്ത് ഒരു പരാതി കംപ്ലൈന്റ് സാർ ഇതെന്താ സംബന്ധിച്ചാല് ഞങ്ങളുടെ പര്യടനം കൈതപ്പുറം കഴിഞ്ഞിട്ട് കൊണ്ട് വരികയാണ്. പ്രചരണ ബോർഡ് നമ്മള് 3 റൗണ്ടായി അവിടെ വെക്കുന്നു. 3 റൗണ്ടായി നശിപ്പിച്ച് നമ്മളൊരു പരാതി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പരാതി കൊടുത്തിട്ടും പോലീസ് അതിനകത്ത് ആക്ഷൻ എടുത്തിട്ടില്ല. നിലവില് ഇത് അതേ സ്ഥലത്താണ് ഇപ്പൊ തടഞ്ഞത്. പ്രചരണ ബോർഡും പോസ്റ്ററും വ്യാപകമായിട്ട് 3 പ്രാവശ്യമായിട്ടാണ് നശിപ്പിക്കുകയാണ്. ധർമ്മടം നിയോജകമണ്ഡലത്തിലെ അഞ്ചരക്കണ്ടി പഞ്ചായത്തിൽ ഇന്ന് പര്യടനം നടത്തവേ അഞ്ചരക്കണ്ടിയിൽ നിന്ന് കൈതപ്പുറം വഴി സമാപന സമ്മേളനമായ മുഴപ്പാല എത്തുന്നതിന് മുമ്പ് കൈതപ്പുറത്ത് CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. അവിടെ കുറേ ദിവസങ്ങളായി പ്രശ്നമാണ്. ഞങ്ങൾ നിരന്തരമായി പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോസ്റ്റർ നശിപ്പിക്കുന്നു, ബോർഡ് നശിപ്പിക്കുന്നു. ഇന്ന് സംഭവിച്ചത് ആ കൈതപ്പുറത്തേക്ക് വരുന്ന വഴിക്ക് കൈതപ്പുറം മുഴപ്പാല എത്തുന്നതിന് തൊട്ടു മുമ്പ് ഒരു വളവിൽ വെച്ച് ഞങ്ങളുടെ പ്രചരണ വാഹനം തടയുകയും മുന്നിലുണ്ടായിരുന്ന പ്രചരണ വാഹനം തടഞ്ഞു. സ്ഥാനാർത്ഥി എന്ന നിലയിൽ അത് ഇറങ്ങി എന്താണ് സംഭവിക്കാൻ അവിടെ ഉന്തും തള്ളും വ്യാപകമായി ഉന്തും തള്ളും ബഹളവും നടന്നു. രൂക്ഷമായ തെറിവിളിയായിരുന്നു. സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എന്നെപ്പോലും പിടിച്ചു തള്ളുകയും രൂക്ഷമായി തെറിവിളിക്കുകയും കേട്ടാൽ ഇറക്കുന്ന ഭാഷയിൽ തെറിവിളിക്കുകയും അതുപോലെ തന്നെ കൊല്ലുമെന്ന് പറയാണ്. സ്ഥാനാർത്ഥി എല്ലാവരെയും കൊല്ലും, ഒറ്റ ഒന്നിനെ വെറുതെ വിടില്ല. അതാണ് ഡയലോഗ്. എന്നിട്ട് ഈ CPM-ന്റെ ക്രിമിനൽ ഒരു സംഘം ക്രിമിനലുകളാണ് അതിന്റെ പുറകിലുണ്ടായിരുന്നത്. അതിലൊരാൾ വന്ന് വാഹനം ഞങ്ങളുടെ അനൗൺസ്മെന്റ് വാഹനത്തിന്റെ തൊട്ടു മുമ്പിൽ അദ്ദേഹത്തിന്റെ ബൈക്ക് ഹാൻഡ് ലോക്ക് ചെയ്തിട്ടുകൊണ്ട് വാഹനം പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു കാമണിക്കൂറോളം അവിടെ വാഹനം തടഞ്ഞിട്ടു. ഞങ്ങളുടെ പ്രവർത്തകർ അടിച്ചു, ഞങ്ങളെ പിടിച്ച് തള്ളി. ഞങ്ങൾ ഒരു തരത്തിലും ഞങ്ങൾക്ക് പ്രചരണ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ഇത് ബോധപൂർവമാണ്. സ്ഥാനാർത്ഥിയെ തടഞ്ഞു നിർത്തി ആക്രമിക്കാനുള്ള പദ്ധതിയായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പ്രകമ്പനം സൃഷ്ടിക്കുമ്പോൾ ആക്രമിച്ച് ഞങ്ങളെ കായികമായി കീഴ്പ്പെടുത്തി ഞങ്ങളെ മാരകമായി മുറിവേൽപ്പിക്കാനുള്ള പദ്ധതിയായിരുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും UDF തളരില്ല. ഇത് പിണറായി വിജയന്റെ ഗൂഢാലോചനയാണ്. പിണറായി വിജയൻ നേരിട്ട് നിർദ്ദേശം നൽകി ഞങ്ങളുടെ പ്രചരണത്തെ തടസ്സപ്പെടുത്തുകയാണ്. ഇത് തീക്കളിയാണ്. ഞാൻ പിണറായി വിജയനോടും അതുപോലെ തന്നെ ഇതിന് നേതൃത്വം നൽകുന്ന ആളുകളോടും പറയുന്നു, ഇത് മോശമാണ്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രചരണം നടത്താനുള്ള സ്വാതന്ത്ര്യം വേണം. ഞങ്ങൾ ജയിക്കുമെന്ന ഘട്ടം വരികയാണ്. ധർമ്മടത്ത് വലിയ ആവേശമാണ്. ജനങ്ങൾ മുഴുവൻ ഇളകിയിരിക്കുകയാണ്. പിണറായി വിജയന് വേടനെയും അതുപോലെ തന്നെ കമലഹാസനെയും വരെ കൊണ്ടുവരേണ്ട ഗതികേടുണ്ടാകുമ്പോൾ ഞങ്ങളുടെ പ്രചരണത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നീതിപൂർവമായ ഒരു സമീപനം ഇതിനകത്തുണ്ടാകണം. പോലീസ് ഇന്നലെയും ഇനിയാന്നും ഞങ്ങൾക്ക് എസ്കോർട്ട് ഉണ്ടായിരുന്നു. ഇത് മുഴുവൻ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ആ ശക്തി കേന്ദ്രങ്ങളിൽ ഏത് സമയവും ആക്രമിക്കപ്പെടുമെന്ന ഭയത്തോടുകൂടി തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തകർ പ്രചരണം നടത്തുന്നത്. പക്ഷെ ഇതുകൊണ്ടൊന്നും തളരില്ല. ഇത് പോലീസ് നടപടിയെടുക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം. ധർമ്മടത്ത് സ്വതന്ത്രമായി പ്രചരണം നടത്താൻ ഞങ്ങൾക്ക് സാഹചര്യമൊരുക്കണം. ഈ വാഹനം പെർമിറ്റ് എടുത്ത് ഞങ്ങൾ മുൻകൂട്ടി പ്രഖ്യാപിച്ച് നടത്തിയ പ്രചരണ വാഹനം തടഞ്ഞ ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ ഇവിടുന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഇതിന്റെ വീഡിയോ തെളിവുകൾ ഉൾപ്പെടെ എല്ലാ തെളിവും പോലീസിന് കൊടുത്തിട്ടും ഈ സമയം വരെ നടപടി ഉണ്ടായിട്ടില്ല. നടപടി ഉണ്ടാകുന്നത് വരെ ഞങ്ങൾ ഈ ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ നിൽക്കും.